സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ചെറിയ ബഡ്ജറ്റിൽ തരക്കേടില്ലാത്തൊരു സിനിമ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജി അടിക്കും, ചിരിക്കും, ദേഷ്യം വരും. ഇതിനെല്ലാത്തിൻ്റെ അവസാനം ഒരു നല്ലൊരു സിനിമ കണ്ട് നല്ലൊരു ഫീൽ ഗുഡ് അനുഭവം ഉണ്ടായ ഒരു സാറ്റിസ്ഫാക്ഷനോടെ സിനിമ കണ്ട് പുറത്തു വരാം. പക്ഷെ നിങ്ങൾ എല്ലാവരും പോയി കാണണം. ഡോണ്ട് മിസ് ഇറ്റ് ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റർ. മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും VFX ആണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം. ആകെ മൊത്തത്തിലുള്ള റിസൾട്ട് നോക്കുമ്പോൾ കൊള്ളാവുന്ന ചില മൊമെന്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു നല്ല ട്രൈ ആണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഞാൻ കൊണ്ടും ഒരു നല്ല ഒരു സിനിമ, ഒരു കൊച്ചു സിനിമ, നല്ല ഒരു സിനിമ കണ്ട ഒരു പ്രതീതി എനിക്ക് കിട്ടി. ആസ് എ ഹോൾ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഒരു സ്കൂൾ ലൈഫ്, അവിടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുവാണ്. അതിനകത്ത് ഈ KR നാരായണന്റെ സ്റ്റാച്യു ഇറ്റ് സെൽഫ് ഇസ് എ സിംബൽ. അതിങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ബട്ടർഫ്ലൈ ഓൺ KR നാരായൺസ് സ്റ്റാച്യു, അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെ അതിനകത്തുണ്ട്. നല്ല സിനിമകളെ, കുഞ്ഞു സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക എന്നതും കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കോടി ക്ലബിലൊന്നും കയറ്റി കൊടുക്കണ്ട, നമ്മൾ കൊടുക്കണം 150 രൂപയ്ക്ക് നമുക്കൊരു വർത്തായിട്ടുള്ളൊരു സാധനം അവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. തലമുറയുടെ മുഖമാണ് അവനടിപൊളി ചുവടുകൾ വെക്കുന്നു. പകലിന്റെ പൂരക്കളിയുടെ ഉരുളിയിലിട്ട് പെരട്ടിയെടുക്കുന്നു.